ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ചീര ഇലയും അതുപോലെ തന്നെ തൈരും വെച്ചിട്ട് കിടിലൻ്റെ കറിയാണ് കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നത് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കുക കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു 3 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ തന്നെ 3 പച്ചമുളക് ഞാൻ നടുക്ക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ചുവന്നുള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞ് കൊടുക്കുക കേട്ടോ. ഇനി അതൊന്ന് വാടിയതിന് ശേഷം നമ്മളിവിടെ കഴുകി ക്ലീനാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചുവപ്പ് ചീരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പച്ച ഉണ്ടെങ്കിൽ പച്ച വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി ചീര കയ്യിലുള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപ്പ്, നമ്മൾ ചീരയും പരിപ്പൊക്കെ വെക്കാറുണ്ട്. നമ്മൾ മോരുകറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടത്. ചീരയും അതേപോലെ തന്നെ തൈരും നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു ഇല വാടുന്ന സമയം മാത്രമേ എടുക്കുള്ളൂ. നമ്മൾ ഇല ഒരുപാട് വാടി കുഴയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ വിറ്റാമിനായിട്ട് പോവും. ഞാനിപ്പോൾ ഇവിടെ 1 കെട്ട് ചീരയായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കറി എത്രത്തോളം വേണമെങ്കിൽ 2 കെട്ട് ചീരയൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. കറി കൂടുതൽ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പോൾ ചീര ഒന്ന് വാടിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ആദ്യമേ ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് വാടിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് നമുക്ക് ചീര വെന്ത് കിട്ടും. ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വാടിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ ചീര അപ്പം തന്നെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒന്ന് ഇളക്കി ഒന്ന് വാടിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിവിടെ ഇതിലുള്ള അരപ്പ് ഒന്നുകൊണ്ട് റെഡിയാക്കണം. അരപ്പിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തൈര് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ ചേർക്കുന്നില്ല. തേങ്ങ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഈ തേങ്ങ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ ഇട്ടിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാനേ. നമ്മൾ ഈ അരച്ച് വെച്ചത് നമ്മളെ ഇലയൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി തേങ്ങ നിങ്ങൾക്ക് ചേർക്കുന്നവർക്ക് തേങ്ങ ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ അതേപോലെ തേങ്ങ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അരച്ച് കൊടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കിയത്. തേങ്ങ ചേർത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇതേപോലെ തൈരിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ഇടുക. എന്നിട്ട് ഇതേപോലെ ഫൈനായിട്ട് അരക്കുക. എന്നിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഉപ്പിട്ട് കൊടുത്താണ്. ഇപ്പോൾ നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ തൈര് അടിക്കുമ്പോഴോ അല്ലാതെ വെള്ളം ചേർക്കരുത്. അതുപോലെ തന്നെ നമ്മൾ തൈര് ഒഴിച്ച് കൊടുത്തതും അധികമായിട്ട് തിളപ്പിക്കരുത്. അപ്പോൾ അത് പിരിഞ്ഞു പോവും. ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്തിടുക കേട്ടോ. അധികമായിട്ട് തിളപ്പിച്ചാൽ അത് പിരിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അധികം തിളപ്പിക്കരുത്. ഒഴിച്ച് കൊടുത്തൊന്ന് ചൂടായാൽ ഓഫ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി. സൈഡായിട്ടൊരു പപ്പടമോ എന്തെങ്കിലും മാത്രം മതി കേട്ടോ. അപ്പോൾ ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.